ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ ഒരു മത്സരം മാത്രമാണ് ടീം ഇന്ത്യ കളിക്കുന്നത്. ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഹോങ്കോങ് ആണ് ഇന്ത്യയുടെ എതിരാളികൾ. വരുന്ന 31-ാം തീയതിയാണ് ഈ മത്സരം നടക്കുക. അന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ദേശീയ ടീമിന്റെ മത്സരം ഇപ്പോൾ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അത് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുള്ളത്. ഏതായാലും ഈ മത്സരത്തിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 3 മലയാളികൾ ഇതിൽ ഇടം നേടി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിജോയ് വർഗീസിന്റെ എൻട്രിയാണ്. പഞ്ചാബ് FC വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ബിജോയ് വർഗീസ് ഇപ്പോൾ നടത്തുന്നത്. മുൻപ് ബ്ലാസ്റ്റേഴ്സിലായിരുന്ന താരമാണ് ബിജോയ് വർഗീസ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം കാരണം ഇന്ത്യയുടെ ദേശീയ ടീമിലേക്ക് ബിജോയ് വർഗീസിന് ഇപ്പോൾ വിളി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു മലയാളി താരങ്ങളായിക്കൊണ്ട് ആഷിഖ് കുരുണിയൻ, അതുപോലെ തന്നെ സഹൽ അബ്ദുസമദ് എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇങ്ങനെ 3 മലയാളികളാണ് ഇന്ത്യയുടെ സ്ക്വാഡിൽ ഉള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരാൾ മാത്രമാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. അത് ഡാനിഷ് ഫറൂഖ് ആണ്. അദ്ദേഹത്തിന് ഇടം ലഭിച്ചിട്ടുണ്ട്. റയാൻ വില്യംസ് ഈ സ്ക്വാഡിൽ ഇടം കണ്ടെത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്ത്യയുടെ സ്ക്വാഡ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ആൽബിനോ ഗോമസ്, ഗുർപ്രീത് സിംഗ് സന്ധു, അതുപോലെ തന്നെ വിശാൽ കെയ്ത്ത്. പ്രതിരോധ നിര താരങ്ങളായിക്കൊണ്ട് അഭിഷേക് സിംഗ്, ആകാശ് മിശ്ര, അൻവർ അലി, ബിജോയ് വർഗീസ്, നിഖിൽ പൂജാരി, രാഹുൽ ബേക്കെ, റോഷൻ സിംഗ്, സന്ദേശ് ജിങ്കൻ എന്നിവരാണ്. മധ്യനിരയിൽ ആഷിഖ് കുരുണിയൻ, ഡാനിഷ് ഫറൂഖ്, ജീക്സൺ സിംഗ്, ലാലങ് മാവിയ റാൾട്ടെ, സഹൽ അബ്ദുസമദ് എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. മുന്നേറ്റ നിരയിൽ എഡ്മണ്ട് ലാൽറൻഡിക്ക, ഫറൂഖ് ചൗധരി, ലാലിയൻ ജ്വാല ചാങ്തെ, ലിസ്റ്റൺ കൊളാസോ, മൻവീർ സിംഗ്, റഹീം അലി, റയാൻ വില്യംസ്. ഇങ്ങനെയാണ് താരങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. 3 മലയാളി താരങ്ങളും ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമാണ് ഇതിലുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.